അങ്ങനെ തിരുവോണം ഇങ്ങ് എത്തിയല്ലേ. ഇന്നലെ അത്തമിട്ട് തുടങ്ങിയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നും കൂടെ ആകുമ്പോൾ നമ്മുടെ അത്തമിടൽ ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ ഞാൻ അവിടെയൊക്കെ തളിച്ചിട്ട് ഒരു കുഞ്ഞ് ഡിസൈനൊക്കെ വരച്ച് അത്തമിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നതാണ് എന്തിനാണ് കവറിട്ട് ചാണകം മെഴുകുന്നതെന്നൊക്കെ. എൻ്റെ കയ്യിൽ അലർജി ഉള്ളതുകൊണ്ടാണ് ഞാൻ കവറിട്ടിട്ട് ചാണകം മെഴുകുന്നത് കേട്ടോ, അല്ലാതെ എനിക്ക് അറപ്പായതുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണദിന ആശംസകൾ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ എന്നെ പൂവൊക്കെ അരിയാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേദിവസം ഞങ്ങൾ കുറേ പൂക്കളൊക്കെ ഇറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തിരുവോണം അല്ലേ, അപ്പോൾ നമ്മുടെ അത്തം പൂർത്തിയാക്കുന്ന ദിവസമല്ലേ ഇന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നല്ലതായിട്ട് വലുതായിട്ട് തന്നെ ഒരു അത്തം ഇടാമെന്ന്. അപ്പോൾ അത്യാവശ്യം വലിയതായിട്ട് തന്നെ കേട്ടോ ഇന്നത്തെ ഒരു പൂക്കളം ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഡിസൈനൊക്കെ വരച്ചിട്ടപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് ചെയ്ത് തീർക്കാം, എളുപ്പമായിരിക്കും എന്നൊക്കെ. പക്ഷേ നല്ല സമയം എടുത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു പൂക്കളം ഞാൻ ഫിനിഷ് ചെയ്തത്. പക്ഷേ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. ഈ പൂക്കളം ഞാൻ ഡിസൈൻ വരച്ചതുപോലെ അല്ല കേട്ടോ ലാസ്റ്റ് ഇട്ട് വന്നപ്പോൾ. നമ്മുടെ കയ്യിലുള്ള പൂവൊക്കെ വെച്ചിട്ട് എത്രത്തോളം ഇട്ടാൽ ഏതൊക്കെ പൂക്കൾ തികയും എന്നുള്ള രീതിയിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കളറും ഓരോ സൈഡിൽ കൊടുത്തത്. അപ്പോൾ ഏട്ടനാണ് എല്ലാ കളറും ഇന്ന സ്ഥലത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഞാനാണ് ഫുള്ള് ഇത് ഒറ്റയ്ക്കാണ് ഈ പൂക്കളം ഫുള്ളിട്ട് തീർത്തത്. തുടങ്ങിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്രയും പാടുള്ള കാര്യമായിരുന്നു. ഈ 9 ദിവസം പൂക്കളം ഇട്ടപ്പോഴും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നി. എന്തായാലും കുറച്ച് അധികം നേരം കഷ്ടപ്പെട്ടെങ്കിലും റിസൾട്ട് എനിക്ക് നല്ലതായിട്ട് തന്നെ കിട്ടി. എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നത്തെ പൂക്കളം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും തിരുവോണ പൂക്കളമൊക്കെ ഇട്ടോ വീട്ടിൽ? ഒരു 10 വർഷം മുന്നേയൊക്കെ നമ്മളുടെ സ്ഥലങ്ങളിലൊക്കെ ഓണപരിപാടി നടക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലുള്ള ചെറിയ ചെറിയ കളികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ചെറിയ ട്രോഫികളും ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇന്നിങ്ങനെ ഓർമ്മ വരികയാണ്. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിലാണ് കേട്ടോ. ഞാൻ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ചേച്ചിയും ചേട്ടനും കുഞ്ഞും ഒക്കെ വന്നത്. പപ്പയും അമ്മയും അതിന് കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും കുറച്ച് പൂവൊക്കെ അരിഞ്ഞ് തരാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഊണിൻ്റെ സമയമായിരുന്നു. നമ്മൾ പച്ചടിയും അവിയലും തോരനും പിന്നെ തീയലും പയറ് മെഴുക്കുരട്ടിയും നമ്മുടെ അച്ചാറും പിന്നെന്താ എല്ലാ സാധനങ്ങളൊക്കെ കൂട്ടി നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടിനൊക്കെ ഇറങ്ങി. അമ്മമാരെ രണ്ടുപേരെയും പിടിച്ചിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഒരു പാവാട ഉടുപ്പുണ്ടല്ലോ 4 വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ. ഞാൻ വെറുതെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ സമയത്ത് എടുത്തതായിരുന്നേ. പക്ഷേ ഇപ്പോൾ എനിക്കത് പാകമായി. എന്നാൽ പിന്നെ അതിൽ ഫോട്ടോഷൂട്ടും ആയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബൈ.